2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അതുപോലെ തന്നെ യെശയ്യാവ് 68:8 പറയുന്നു, എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കൽമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. ഈ വാക്യങ്ങളെ ആസ്പദമാക്കി സൺഡേ സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഡ്രമാറ്റിക് സ്കിറ്റ് വീക്ഷിക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധയെ സവിനയം ചോദിച്ചുകൊള്ളുന്നു. ഈ സ്കിറ്റ് ഏവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നും ആശംസിക്കുന്നു. എടി സൂസമ്മേ, എഴുന്നേൽക്ക്, വാ പ്രാർത്ഥിക്കാം. മോനെ എഴുന്നേറ്റില്ലോടി? അവനെ വിളിക്ക്, പ്രാർത്ഥിക്കാൻ. ഞാൻ കൊറേ നേരെ അവനെ വിളിക്കുന്നു. തണുപ്പല്ലേ, നമുക്ക് തുടങ്ങാം. അവൻ വന്നോളും. അതിരാവിലെ തിരുസന്നിധിയാണ് സ്തോത്രം കർത്താവേ. ഈ പ്രഭാത സമയത്ത് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രഭാത സമയം കാണുമാറാക്കിയവനെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഇന്നത്തെ ദിവസം കർത്താവേ, ഞങ്ങളെ കർത്താവേ ഏറ്റവും അനുഗ്രഹപ്രദമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ കുടുംബമായി കർത്താവെ അങ്ങ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അവൻ ഇതുവരെ എഴുന്നേറ്റില്ലോടി? ഓ, എന്താന്ന് അറിയത്തില്ല അച്ഛാ. സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര മടിയായിടെ. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. എടാ ടുട്ട്മോനെ. ഞാൻ നോക്കാം. അവനൊന്ന് സ്കൂളിൽ പോകാനുള്ളതല്ലേ. പതിവ് പോലെ ഒരു ഉത്സാഹവുമില്ലാതെ ടുട്ടുമോൻ സ്കൂളിൽ പോവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പ, ഞാനിന്ന് പോകുന്നില്ല. എന്റെ ഷൂ കാണുന്നില്ല. മോനെ, ഷൂ അവിടെ കാണണമല്ലോ. ഇന്നലെ ഞാൻ പോളിഷ് ചെയ്ത് വെച്ചതാണല്ലോ. പതിവ് പോലെ ഇന്നും ടുട്ടുമോന് സ്കൂൾ ബസ്സിൽ പോവാൻ സാധിച്ചില്ല. സ്കൂളിലെത്തുവാൻ ടുട്ടുമോന് പപ്പയെ ആശ്രയിക്കേണ്ടി വന്നു. May I come in, miss? Yes, Nixon, come in. Why are you late to the class? Anyway, please go and take your seat. കുട്ടാപ്പി, നീ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദേ അങ്ങോട്ട് നോക്കിക്കേ. Silence, please. Students, the class is over. You may all go for the break. എന്തോ വയറാണ് നീ കഴിച്ച് കഴിച്ച് ചക്കപ്പോത്തായല്ലോ. കൂട്ടുകാരുടെ കളിയാക്കൽ സഹിക്കാൻ കഴിയാതെ ടുട്ടുമോൻ സങ്കടപ്പെട്ട് മാറിപ്പോയെന്ന് പ്രാർത്ഥിച്ചു. എന്തിനാ ഈശോപ്പച്ച എന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്? എന്തിനാ ദൈവമേ എനിക്ക് ഇത്രയും വണ്ണം തന്നത്? അതുകൊണ്ടല്ലേ ആരും എന്റെ കൂടെ കൂട്ടുകൂടാത്തത്.
വളരെ നിരാശയോടെ ടുട്ടുമോൻ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തി. ആഹാ, മോൻ എത്തിയോ? അമ്മ ദാ ചായ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. വേഗം കഴിച്ചിട്ട് വാ, നമുക്ക് പാർക്കിൽ പോണ്ടേ? എനിക്കൊന്നും വേണ്ട. ഞാൻ പാർക്കിൽ പോകാൻ വരുന്നില്ല. അതെന്താ? മോൻ എന്തു പറ്റി? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കാം. ടീച്ചർ വല്ല വഴക്ക് പറഞ്ഞോ? ഞാൻ ഈ സ്കൂളിൽ പോകുന്നില്ല അമ്മേ. ആരും ഒരുങ്ങിയില്ല ഇതുവരെ. പാർക്കിൽ പോകാനല്ല ഞാൻ നേരത്തെ ഓഫീസിൽ നിന്ന് വന്നത്. അവൻ വരുന്നില്ലെന്നാ പറയുന്നത്. ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ദേ ഇവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അച്ഛനൊന്ന് ചോദിച്ചേ എന്താ പ്രശ്നം എന്ന്. എന്തുവാടാ മോനെ, എന്തിനാ നീ കരയുന്നത്? പപ്പയോട് പറ. അങ്ങനെ ടുട്ടുമോൻ അവൻ്റെ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച വിഷയങ്ങളെല്ലാം തൻ്റെ മാതാപിതാക്കളോട് പങ്കുവച്ചു. ഇത്രേ ഉള്ളായിരുന്നോ വിഷയം? ഈ നിസാരമായ കാര്യത്തിനാണ് നീ വെറുതെ വിഷമിക്കുന്നത്? പപ്പയും പണ്ട് ഇങ്ങനായിരുന്നു. എന്റെ കുഞ്ഞു പ്രായത്തിൽ എല്ലാവരും എന്നെ ഈർക്കിലിന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. കഴിഞ്ഞ ആഴ്ച മോൻ സൺഡേ സ്കൂളിൽ പഠിച്ച വാക്യം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടപ്പ. സങ്കീർത്തനം 139:14 അല്ലേ? ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. വെരി ഗുഡ്. ഇതിന്റെ അർത്ഥം മോൻ അറിയാമോ? വചനം പറയുന്നു, നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് മോൻ ഭാരപ്പെടണ്ട. കളിയാക്കുന്നവർ കളിയാക്കട്ടെ. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്, നമ്മുടെ രൂപത്തെ അല്ല ദൈവം നോക്കുന്നത്.